കന്യാസ്ത്രീകളുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതിയിൽ മറുപടിയില്ലാതെ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷനോട് എന്തുകൊണ്ട് കേസിൽ കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ലെന്ന് കോടതി ചോദിച്ചു. എന്നാൽ കൃത്യമായ മറുപടി കൊടുക്കാൻ പ്രോസിക്യൂഷനായില്ല. ഛത്തീസ്ഗഡ് സർക്കാരിനെ കൂടാതെ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകരും കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. കടുത്ത ഭാഷയിലാണ് ബജ്രംഗ് ദൾ അഭിഭാഷകർ എതിർപ്പുന്നയിച്ചത്. കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളുടെ മതം മാറ്റാൻ ശ്രമിച്ചതെന്ന് അഭിഭാഷകർ വാദിച്ചു. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മുബഷീർ, ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഒരു പൂർണ്ണമായ ഒരു ചിത്രം, പ്രോസിക്യൂഷൻ എന്താണ് വാദിച്ചത് എന്നുള്ളതിൽ പൂർണ്ണമായ ചിത്രം തെളിയുകയാണ്. ഈ കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണോ ഈ മറുഭാഗം നടത്തിയത് എന്നുള്ള ചോദ്യം കൂടി ഈ കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ആദ്യഘട്ടം മുതൽ തന്നെ കന്യാസ്ത്രീകളെ ജയിലിലാക്കി കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടാനുള്ള ശ്രമമാണ് ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ കുടുംബം പറഞ്ഞതാണ്, UDF-ന്റെ LDF-ന്റെ ഒക്കെ തന്നെ ജനപ്രതിനിധികൾ പറഞ്ഞതാണ്. അതായത് അതേപടി സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ബിലാസ്പൂർ NIA കോടതി പരിഗണിച്ചിരുന്ന സമയത്തായിരുന്നു ഇത്തരമൊരു വാദം പ്രോസിക്യൂഷൻ നേരത്തെ ഉന്നയിച്ചിരുന്നത്. ഛത്തീസ്ഗഡ് സർക്കാർ പറഞ്ഞിരുന്ന, നേരത്തെ സെഷൻസ് കോടതിയിൽ പറഞ്ഞിരുന്ന അതേ വാദം തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഇന്നും ആവർത്തിച്ചത്. സമാനമായിട്ടുള്ള നിലപാടുമായിട്ട് ഇന്ന് പരാതിക്കാരായിട്ടുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും സമാനമായിട്ടുള്ള വാദം ഉന്നയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുത്ത ഭാഷയിലാണ് കന്യാസ്ത്രീമാർക്കെതിരെ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകർ കോടതിയിൽ സംസാരിച്ചത്. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം തുടരുമെന്നതുൾപ്പെടെയുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിച്ചു എന്നുള്ളതാണ്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്ന ഛത്തീസ്ഗഡ് സർക്കാരും ഒപ്പം ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകരും ശക്തമായി വാദിച്ചു എന്ന് തന്നെയാണ് മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇടവേളയ്ക്ക് ശേഷം